കായംകുളം തെക്കേമങ്കുഴി 5533 നമ്പർ SNDP ശാഖയിൽ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. ഗുരുക്ഷേത്രത്തിൽ ഗുരുദേവ ദർശന ജ്ഞാനയജ്ഞത്തിനും തുടക്കമായി. കായംകുളം തെക്കേമങ്കുഴി പടിഞ്ഞാറ് 5533 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിലാണ് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടന്നത്. ഇതോടനുബന്ധിച്ച് ത്രിദിന ഗുരുദേവ ദർശന ജ്ഞാന യജ്ഞവും നടത്തി. ശിവഗിരി മഠം മുൻ പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. TP രവീന്ദ്രൻ വേലഞ്ചിറയായിരുന്നു ഗുരുദേവ ദർശന ജ്ഞാനയജ്ഞത്തിന്റെ ആചാര്യൻ. പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നവകലശാഭിഷേകം, ശക്തിപൂജ, ചൈതന്യപൂജ, ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, ദൈവദശകം, കർപ്പൂര ആരതി തുടങ്ങിയവയും നടന്നു. സ്വാമി വിശുദ്ധാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആരോ വിചാരിച്ചിട്ടുണ്ട് ക്ഷേത്രമെന്ന് പറഞ്ഞാൽ അതിന് മഹത്വമുണ്ട്. അങ്ങനെ കരുതുന്നതിനോട് ശാസ്ത്രീയമായിട്ട് യാതൊരു തരത്തിലുള്ള അർത്ഥമില്ല. നാം ശിവഗിരിയിൽ പോകുന്നവരാണല്ലോ. ശിവഗിരിയില ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അക്ഷരദേവതയായ വിദ്യാദേവതയായ ശാരദാമ്മയെ പ്രതിഷ്ഠിച്ചത്. ഇതിന് മഠമെന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശാരദാമ്മ അല്ലെങ്കിൽ സരസ്വതി ദേവി കുടികൊള്ളുന്നിടം അത് ക്ഷേത്രമല്ല എന്ന് നിങ്ങൾ വിവക്ഷിക്കുന്നുണ്ടോ? തുടർന്ന് ക്ഷേത്ര സമർപ്പണ സമ്മേളനം നടന്നു. കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ ക്ഷേത്ര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.